ഹസ്ബൻഡിന് ഒരേപോലെ അഭിപ്രായമുള്ള ഒരൊറ്റ കാര്യം കേട്ടോ. അതായത് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എത്രയൊക്കെ ഷോപ്പിൽ കയറി ഇറങ്ങി നടന്നാലും ഇഷ്ടപ്പെട്ടാലേ സാധനം എടുത്ത് പോരുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാലേ സാധനം എടുക്കുള്ളൂ. ബട്ട് ചില ആൾക്കാർ 1-2 ഷോപ്പിൽ കയറിയിട്ട് എടുക്കും. ചില ആൾക്കാർ എത്ര ഷോപ്പ് നിറങ്ങിയാലും വേണ്ടില്ല ഇഷ്ടപ്പെട്ടാലേ എടുത്ത് പോലുള്ള ടീംസ് ഉണ്ടല്ലോ. ഞങ്ങൾ ആ 2ാമത്തെ ടീംസിൽ പെട്ട ആൾക്കാരാണ്. 2 പേരും ഒരുപോലെ. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സാധനം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ കുറച്ച് അങ്ങോട്ട് കെയർഫുള്ളായി. അതായത് എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങി തരാറുണ്ട്. അങ്ങനെ ബാക്കിൽ ഇരിക്കണ ആൾക്ക് അതായത് എനിക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങിയിട്ടുണ്ടായിട്ട് പിന്നെയുള്ള യാത്രകൾ ഫുൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് കാണാനുള്ള അടിപൊളി ആയില്ലേ. അങ്ങനെ അടുത്ത ഷോപ്പിൽ നമ്മൾ വിട്ടിട്ടുണ്ടായിട്ട് അത് കാലിക്കറ്റ് പോണ വഴിയാണ്. അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പറ്റാത്തതുകൊണ്ട് ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പറ്റാത്തതുകൊണ്ട് മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ. മൂപ്പർ കരുതിയതൊന്നും അവിടെ ഇല്ല. പിന്നെ അടുത്തത് നമ്മൾ നേരെ കാലിക്കറ്റ് SM-ൻ്റെ അടുക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പോണ വഴിക്ക് ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഷർട്ട് ട്രയൽ ചെയ്ത് നോക്കി. അത് മൂപ്പർക്ക് ഇഷ്ടമായിട്ടില്ല. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇഷ്ടമാകാൻ പോണില്ല. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മഴ പെയ്യൽ തുടങ്ങി. പിന്നെ മഴയ്ക്ക് ചോദിച്ചിട്ട് നമ്മൾ SM-ൽ ഓരോരോ കടകളും ഇങ്ങനെ അരിച്ച് പെറുക്കി. അങ്ങനെ ലാസ്റ്റ് ടോപ്പ് മാളിലെത്തിയപ്പോൾ മിസ്റ്റർ ഹസ്ബൻഡ് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്കൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് എടുക്കാനാണ് വന്നത്. ബട്ട് കിട്ടിയത് എനിക്കാണ്. ഇതോടെ നമ്മൾ ഷോപ്പിംഗ് അവസാനിച്ചു നിങ്ങൾ വിചാരിക്കല്ലേ. ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടി. സോ ഗൈസ് അതുവരേക്കും ടാറ്റാ ബൈ ബൈ.